أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات والأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. السلام عليكم ورحمة الله. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اقرأ باسم ربك الذي خلق الإنسان من علق. اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. ഏറെ ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ ഉദ്ഘാടകൻ CVA കുട്ടി ചെറുവാടി അവർകളെ, ഈ യോഗത്തിലെ സ്വാഗത അധ്യക്ഷ ഭാഷണം നടത്തുന്ന PTA പ്രസിഡന്റ് ആരിഫ് മാസ്റ്റർ, പാലത്ത് ഹിമായത്തുദ്ദീൻ സംഘം പ്രസിഡന്റ് ഇബ്രാഹിം മദനി പാലത്ത് അവർകളെ, ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ, സഹപ്രവർത്തകരെ, മറ്റ് സുഹൃത്തുക്കളെ, PHSൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി CV അഹമ്മദ് മാസ്റ്റർ, അതുപോലെ സംഘത്തിൻ്റെ മറ്റു ഭാരവാഹികളെ, പുറത്ത് കോരിച്ചൊരിയുന്ന മഴ പെയ്യുന്ന ഈ സമയത്ത് നമ്മുടെ പിഞ്ച് കുഞ്ഞുങ്ങളുടെ കലാവാസനകളെ തിരിച്ചറിയുന്നതിന് വേണ്ടി ഇവിടെ ക്ഷമാപൂർവം ഇരിക്കുന്ന രക്ഷിതാക്കൾ, ഈ അധ്യയന വർഷത്തെ പൊതുപരീക്ഷകൾക്ക് ശേഷം വെക്കേഷൻ ആസ്വദിക്കുവാൻ വേണ്ടി ഒരു മാസം ഒഴിവ് കിട്ടിയ സമയത്ത് വിരുന്ന് പോക്കുകളും മറ്റ് യാത്രകളുമെല്ലാം ഒഴിവാക്കി പാലത്ത് ഹിമായത്തുദ്ദീൻ സംഘത്തിനു വേണ്ടി സമയം മാറ്റിവെച്ച് നമ്മുടെ 60ാം വാർഷിക സമാപന
പരിപാടി വിജയിപ്പിക്കണമെന്ന ആഗ്രഹം കൊണ്ട് ഇതിനോട് സഹകരിച്ച വ്യക്തിത്വങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ നിലകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പാലത്ത് ഹിമായത്തുദ്ദീൻ സംഘത്തിൻ്റെ ചരിത്രങ്ങൾ ഇന്നലത്തെ സമാപന ഭാഷണങ്ങളിൽ വളരെ വ്യക്തമാക്കി നമ്മൾ മനസ്സിലാക്കിയതാണ്. ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. മർക്കസുൽ ഉലൂമിൻ്റെ ചരിത്രം, ആ ചരിത്രവും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. ഇന്ന് വിദ്യാർത്ഥി സമൂഹം, മക്കൾ മദ്രസ വിദ്യാഭ്യാസം കഴിയുന്നതോടുകൂടി പല മേഖലകളിലേക്കും പോകുന്ന സമയത്ത് തങ്ങളുടെ മക്കൾ ഏത് രൂപത്തിലാണ് നീങ്ങുന്നത് എന്ന ഒരു ചിന്ത വളരെ ശ്രദ്ധാപൂർവം അവരുടെ പിന്നാലെ നമ്മൾക്കുണ്ടായിരിക്കേണ്ടതാണ്. കാരണം നമുക്ക് ചുറ്റും നമ്മളെ കുത്തിവലിക്കുവാൻ, നമ്മുടെ മക്കളെ കുത്തിവലിക്കുവാൻ വേണ്ടി സർപ്പങ്ങൾ പണം വിടർത്തിക്കൊണ്ട് ഇരിക്കുന്ന ഈ സമയത്ത് വളരെ ശ്രദ്ധാപൂർവം നമ്മളെ മക്കളെ സംരക്ഷിക്കേണ്ടതുണ്ട്. അതാണ് നമ്മുടെ കാലഘട്ടം. നമ്മൾ പത്രവാർത്തകളിലും മാധ്യമങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു. ലഹരി, അത് പിഞ്ചുകുട്ടികളെ പോലും വളച്ച് പിടിച്ച് അതിലേക്ക് കൂട്ടുകെട്ടിലൂടെ മനുഷ്യനെ വളരെയധികം മതപ്പതനത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ. ഈ അവസ്ഥ നമ്മുടെ നാട്ടിലെ നമ്മുടെ ഒരു മക്കൾക്ക് പോലും ഉണ്ടാവാൻ പാടില്ല എന്ന ഒരു അപേക്ഷ മാത്രമേ ഈ സമയത്ത് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കുവാനുള്ളൂ. നമ്മുടെ മദ്രസയെ സംബന്ധിച്ച് രണ്ട് വാക്കുകൾ പറയാതിരിക്കാൻ നിർവാഹമില്ല. രണ്ട് വിദ്യാഭ്യാസ സിലബസുകൾ, ഉന്നതമായ സിലബസുകളാണ് ഈ മർക്കസുൽ ഉലൂം മദ്രസയിൽ ഇപ്പോൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് കാലഘട്ടത്തിൽ വടിയും അതിൻ്റെ പിന്നാലെ ഭീഷണിയുമായി നിന്ന ഒരു കാലഘട്ടം കഴിഞ്ഞുപോയി. ഇന്ന് കാലം മാറി, യുഗങ്ങൾ മാറി. സ്മാർട്ട് ക്ലാസ്സുകളും സ്മാർട്ട് ടി-വികളും AI കാലഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ വിദ്യാഭ്യാസ ബോർഡുകൾ പാകപ്പെടുത്തിയിട്ടുള്ള സിലബസുകൾ, കരിക്കുലം ആ രൂപത്തിലുള്ളതാണ്. നമ്മുടെ മദ്രസയിലെ അധ്യാപകർ അതിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഇവിടെ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നതും. അതിനുള്ള പരിശീലനങ്ങൾ ഇപ്പോൾ 6 മാസത്തോളമായി ഇവിടെയുള്ള അധ്യാപകർ അതിൻ്റെ പിന്നാലെ പോയി അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലം മാറിക്കൊണ്ടിരിക്കുന്നു. പുതിയ കാലം, ഇന്നത്തെ സ്മാർട്ട് കാലം കഴിഞ്ഞുകൊണ്ട് പുതിയ ആൽഫ യുഗത്തിൽ നിന്നും ബീറ്റ യുഗത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളും മാറേണ്ടതുണ്ട്. ബോർഡിൽ ചോക്ക് കൊണ്ട് എഴുതി, നേരത്തെ നമുക്കറിയാം ചോക്കിൽ എഴുതുന്നത് ഹറാമാണെന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ നിന്നും മാറി ചോക്ക് കൊണ്ട് ഉപയോഗിച്ചു. പക്ഷേ ഇപ്പോൾ ചോക്ക് പോയി, ചോക്കിൻ്റെ കാലഘട്ടമല്ല. ഇപ്പോൾ കാലം മാറിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ വിദ്യാഭ്യാസ നയങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സന്തോഷത്തിൽ നമ്മുടെ മദ്രസയിൽ നിന്നും മക്കൾക്ക് ലഭിക്കുന്നത് ആ നല്ല രൂപത്തിലുള്ള പുതിയ യുഗത്തിലുള്ള കാലത്തിനനുസരിച്ച് കൊണ്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മദ്രസയ്ക്ക് അതിനുള്ള സൗകര്യം സ്മാർട്ട്
ക്ലാസ് ഇവിടെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് പാഠങ്ങൾ ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ നമ്മുടെ ഈ വർഷത്തെ പൊതുപരീക്ഷകളിൽ നമുക്കറിയാം, നമ്മൾ കേട്ടതാണ്, 100% വിജയവും ഇതുവരെ ഇല്ലാത്ത A+കൾ കൊണ്ട് 9 A+ ഈ മദ്രസയിലെ വിദ്യാർത്ഥികൾക്ക് കരസ്ഥമാക്കാൻ സാധിച്ചത് നമ്മുടെ ഈ മദ്രസയുടെ വിജയം, ഇതിൻ്റെ പഠന രീതിയുടെ മികവാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുപോലെ തന്നെ നമ്മുടെ വൈജ്ഞാനിക മത്സരങ്ങളിൽ ഇവിടെ പല മത്സരങ്ങളും നടത്തി പോകുന്ന സമയത്ത് ഈ മദ്രസയിലെ വിദ്യാർത്ഥികൾ ഉന്നതമായ സ്ഥാനങ്ങൾ ജില്ലാ സംസ്ഥാന ലെവൽ പങ്കെടുത്തുകൊണ്ട് ഉന്നതമായ സ്ഥാനങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതും ഈ മദ്രസയുടെ പ്രത്യേകതയാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ മദ്രസ സന്ദർശിക്കുന്ന വിദ്യാഭ്യാസ ബോർഡിൻ്റെ മുഫത്തിഷുമാർ വന്ന സമയത്ത് ഇവിടെ പ്രത്യേകമായി നോട്ട് ചെയ്ത ഒരു കാര്യമുണ്ട്. എന്തെന്ന് വെച്ചാൽ, സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം നൽകുന്ന, അഥവാ ഏറ്റവും നല്ല രൂപത്തിൽ വിദ്യാർത്ഥികളിലേക്ക് പഠനം എത്തിക്കുന്ന മികവുറ്റ ഒരു മദ്രസയായി നമ്മുടെ ഈ മദ്രസയെയും അവർ എണ്ണിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് ഈ സമയത്ത് പറയാനുള്ളത്, നമ്മുടെ മക്കൾ നിങ്ങളോട് പറയുന്ന നിർദ്ദേശങ്ങളും അതിനനുസരിച്ച് അവർക്ക് വേണ്ടി കുറഞ്ഞ സമയം നിങ്ങൾ നീക്കിവെക്കണമെന്ന് കൂടി മാത്രമേ ഈ സമയത്ത് പറയുവാനുള്ളൂ. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പോവുകയാണ്. നമുക്ക് ഇവിടെ നമ്മുടെ പരിപാടിക്ക് ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമുക്ക് ഒക്കെ സുപരിചിതനായ, നേരത്തെ നമുക്കറിയാം റേഡിയോയിൽ ഭക്തിഗാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം TV ഒക്കെ വന്നതോടുകൂടി നമ്മളത് കേൾക്കാറായി. പക്ഷേ അതിൽ ഗാനം ആലപിച്ചിരുന്ന, സ്ഥിരമായി ഗാനം ആലപിച്ചിരുന്ന നമ്മുടെ മാസ്റ്റർ CVA കുട്ടി ചെറുവാടി അവർകൾ അല്ലാത്ത രംഗത്തും നമ്മൾ കേൾക്കാറുണ്ട്. അദ്ദേഹമാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത്, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക്, ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ യോഗത്തിൽ അധ്യക്ഷ ഭാഷണം നടത്തുന്നത് നമ്മുടെ PTA പ്രസിഡന്റ്. നമ്മുടെ PTA ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിൽ, ഈ അധ്യയന വർഷത്തിൽ നടത്തുകയുണ്ടായി. അതിന് ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ ആരിഫ് മാസ്റ്ററാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമുക്ക് ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങുണ്ട്, നമ്മുടെ നോട്ടീസിലൊന്നും കാണാത്ത ഒരു ചടങ്ങ്. അതായത് 10,000 രൂപ നമ്മുടെ ഈ പ്രദേശത്തുള്ള ഒരു സുഹൃത്ത് ഷബീർ അലി എല്ലാ വർഷവും നമുക്ക് വേണ്ടി, നമ്മുടെ വിദ്യാർത്ഥികളുടെ ഖുർആൻ പഠനത്തിന് വേണ്ടി നീക്കിവെച്ചിരിക്കുകയാണ്. അങ്ങനെ ഓരോ വർഷവും നമ്മൾ ഹിഫ്ള് മത്സരം നടത്തും. അത് ആ 10,000 രൂപ അതിൽ 1, 2, 3 സ്ഥാനം കിട്ടുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ നീക്കിവെക്കാറുണ്ട്. അതിൻ്റെ ക്യാഷ് അവാർഡ് വിതരണം ഈ പരിപാടിയിൽ വെച്ച് നിർവഹിക്കുകയാണ്. ഈ യോഗത്തിൽ സമാപന ഭാഷണം നടത്തുന്നത് ഈ മദ്രസയുടെ സ്റ്റാഫ് സെക്രട്ടറി റബീഹ് മാസ്റ്ററാണ്. മഴ അധികരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ മക്കളെ വേഗം നമ്മുടെ പരിപാടി കഴിഞ്ഞ് വീട്ടിലേക്ക് പറഞ്ഞയക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ പരിപാടിക്ക് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. ഒരൊറ്റ അപേക്ഷ മാത്രം, ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് കുട്ടികൾക്ക് ഈ പരിശീലനം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് അതിൽ ഒരുപാട് അപാധകളും തെറ്റുകളും വന്നേക്കാം. നിങ്ങളത് സഹൃദയ ക്ഷമിക്കണമെന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് ഈ സമയത്ത് പറയാനുള്ളൂ. പിഞ്ചു കുട്ടികളാണ്, അവരെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇത്രയും സമയം ഇവിടെ ചെലവഴിച്ചത് അവർക്ക് പ്രോത്സാഹനം നൽകുകയല്ലാതെ മറ്റൊന്നും നിങ്ങൾ അവരോട് അനീതി കാണിക്കരുത് എന്ന ഒരു അപേക്ഷ മാത്രം അറിയിച്ചുകൊണ്ട് എത്തിച്ചേർന്ന എല്ലാവർക്കും ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ യോഗത്തിൻ്റെ അധ്യക്ഷ ഭാഷണം അലങ്കരിക്കുന്നതിന് വേണ്ടി
PTA പ്രസിഡന്റിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പടച്ചോന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും നമ്മളിങ്ങനെ അകലത്തിങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോഴേ നമ്മളൊന്ന് അടുത്തിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഒരു ചെറിയ കാറ്റടിച്ചത്. വലിയ പ്രയാസമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മളെ പരിപാടി ഇൻഷാ അല്ലാഹ് പരമാവധി പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ശ്രമിക്കാം. ഈ സന്ദർഭത്തിൽ ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ അധികമായ ഒന്നും ഞാൻ സംസാരിക്കുന്നില്ല. നമ്മുടെ മദ്രസയുടെ സർവ്വതോന്മുഖമായ എല്ലാ പുരോഗതിയും നമ്മുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ്. അത് PTA ആയാലും ഹിമായത്തുദ്ദീൻ സംഘമായാലും എല്ലാവരുടെയും ഒരു അകമഴിഞ്ഞ കൂട്ടായ്മയുടെ ഫലമായിട്ടാണ് ഈ പ്രദേശത്ത് എന്താ പറയുക വർണ്ണനാതീതമായ രീതിയിലുള്ള വൈജ്ഞാനികമായും സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും അതേപോലെ തന്നെ ഒരുപാട് എഴുത്തുകാരെ ജന്മം നൽകുവാൻ, അതുപോലെ പ്രസംഗകലയിൽ വൈദഗ്ധ്യമുള്ള ആളുകളെ, പണ്ഡിതന്മാരെ, അതേപോലെ വിദ്യാഭ്യാസത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രതിഭകളായ ആളുകളെ സൃഷ്ടിച്ചെടുക്കുവാൻ വേണ്ടി ഈ പ്രദേശത്തിന് സാധിച്ചതിൻ്റെ ഏറ്റവും ബേസിക്കായ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ മദ്രസ സംവിധാനമാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച, ഒരുപാട് ത്യാഗോജ്വലമായ പോരാട്ടങ്ങൾ സഹിച്ച ഒരുപാട് കാരണവന്മാരുണ്ട്, മഹാരഥന്മാരായ ഒരുപാട് ആളുകളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഇന്നലെയൊക്കെ കുറച്ച് പറഞ്ഞു, അതുകൊണ്ട് അതിലേക്കൊന്നും കടക്കുന്നില്ല. പടച്ച തമ്പുരാൻ അവർക്കൊക്കെ അർഹമായ പ്രതിഭ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മദ്രസയെ സംബന്ധിച്ചുള്ള വിശദമായ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഏതായിരുന്നാലും നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ സൗഭാഗ്യമുള്ള ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. മദ്രസ സംവിധാനത്തെ പ്രോത്സാഹിപ്പിക്കുവാനും നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഈ നിലക്കുള്ള വളർച്ചയുണ്ടാകാനുള്ള അടിസ്ഥാനമായ കാരണം പ്രോത്സാഹനമാണ്. സംഘടനകളുടെ വക, മദ്രസയുടെ വക, PTA വക, പ്രദേശത്തുകാരുടെ വക, അങ്ങനെ വ്യത്യസ്തങ്ങളായ ക്ലബ്ബുകളുടെയും കൂട്ടായ്മകളുടെയും വക കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിലെ ഒരു മത്സരബുദ്ധി ജനിക്കുകയും അങ്ങനെ നല്ല പ്രതിഭകളെ നമുക്കിവിടെ വളർത്തിയെടുക്കാൻ സാധിക്കുകയും ചെയ്തു എന്നുള്ളത്. ഏതായിരുന്നാലും അൽഹംദുലില്ലാ നല്ല ഒരു സപ്പോർട്ടുള്ള ഒരു പ്രദേശം ആയതുകൊണ്ട് തന്നെ മറ്റു പ്രദേശങ്ങളിലുള്ളവരൊക്കെ തന്നെ നമ്മുടെ പ്രദേശത്തെ അസൂയാവഹമായ രീതിയിലാണ് നോക്കിക്കാണുന്നത്. ഏതായിരുന്നാലും നമ്മുടെ കുട്ടികളുടെ പരിപാടികൾ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് രക്ഷിതാക്കളും നമ്മുടെ ടീച്ചേഴ്സൊക്കെ വളരെ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ്, അതുപോലെ PTA അംഗങ്ങളൊക്കെ നല്ല സഹകരണത്തോട് കൂടിയിട്ടാണ് നമ്മൾ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പഠിപ്പിച്ചെടുത്തത്. അതിൻ്റെ പോരായ്മകളെക്കാൾ ഉപരി നമ്മുടെ കുട്ടികളൊക്കെ മോശക്കാരല്ല. നമ്മുടെ മദ്രസ ഈ കലാവിരുന്നിൻ്റെ ഒരു പ്രത്യേകത എന്നാണ് എല്ലാ കുട്ടികളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഭാഗികമായോ പ്രത്യക്ഷമായോ അപ്രത്യക്ഷമായോ രീതിയിൽ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മക്കളൊന്നും മോശക്കാരല്ല എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മൾ അസീം വെളിമണ്ണ എന്ന് പറയുന്ന ഒരു ചെറിയ മോൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരുപാട് അംഗപരിമിതികളുള്ള തൻ്റെ ഉമ്മ പ്രസവിക്കുമ്പോൾ ആ കുഞ്ഞിനെ പിന്നെ പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ ഒഴിവാക്കണമെന്ന് പറഞ്ഞ ഒരു സാഹചര്യത്തിൽ നിന്ന് ആ കുഞ്ഞിനെ എന്ത് വില കൊടുത്തും പ്രസവിച്ച് പ്രസവം നൽകി ആ കുട്ടിനെ പരിചരിക്കുമെന്ന് ഉപ്പയുടെയും ഉമ്മയുടെയും ഉറച്ച നിശ്ചയദാർഢ്യത്തിൻ്റെ ഫലമായി ആ കുട്ടി ജനിക്കുകയും ആ കുട്ടിയാണ് ഇന്ന് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ലോകോത്തര നിലവാരത്തിലേക്ക് പല രീതിയിലും വളർന്നുകൊണ്ടിരിക്കും. നമുക്കത് പിന്നെ നമ്മുടെ ഫേസ്ബുക്കിലും അതേപോലെ യൂട്യൂബിലൊക്കെ നോക്കിയ ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കാണാം. അപ്പോൾ നമ്മുടെ മക്കളൊന്നും മോശക്കാരല്ല എന്ന് തിരിച്ചറിയുകയും അവരുടെ ചെറിയ ചെറിയ കഴിവുകളെ വളർത്തിയെടുക്കുവാനും അത് നന്മയുടെ വഴിയിലൂടെ കൊണ്ടുപോകാനും അതൊരു നാടിനും സമൂഹത്തിനും സുഗന്ധമുള്ളതാക്കി മാറ്റുവാനും ഉള്ള ഒരു രീതിയിലേക്ക് നമ്മളതിനെ പാകപ്പെടുത്തണം മാത്രമേ ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളൂ. നമുക്ക് ഈ ചടങ്ങിന് ഉദ്ഘാടനം ചെയ്യാൻ നമുക്ക് കിട്ടിയിട്ടുള്ളത് വളരെ പ്രതിഭാധനനായ ഒരു വ്യക്തിത്വത്തെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മത്സര പരിപാടികൾ, മത്സരവേദികൾ, സ്കൂൾ കലോത്സവമാവട്ടെ, മദ്രസയുടെ കലോത്സവങ്ങളാവട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പറയുമ്പം തന്നെ നമ്മളെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു പേരാണ് CVA കുട്ടി ചെറുവാടി, സുൽത്താന കേസറ്റുകൾ. അപ്പോൾ നമ്മൾ മത്സരത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു സംവിധാനമാണ്. അതൊരു വലിയ കാര്യമാണ്. അതായത് പ്രദേശത്തെ പ്രതിഭകളായ പല മത്സരങ്ങളിലൂടെ പ്രതിഭകളായ ആളുകളെ പിന്നെ കേസറ്റുകളിലൂടെ
അതുപോലെ അവർക്ക് അവസരം നൽകിക്കൊണ്ട് പൊതുസമൂഹത്തിനിടയിലേക്ക് പരിചയപ്പെടുത്തുന്ന വളരെ പ്രഗത്ഭനായ ഒരാളാണ്. മാത്രവുമല്ല നമ്മുടെ ആകാശവാണിയിലൂടെ ഒരു കാലഘട്ടത്തിൽ പിന്നെ ഭക്തിഗാനങ്ങൾ ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ച ജനകീയവൽക്കരിച്ച ഒരു പ്രതിഭയായിട്ടുള്ള ഒരു മാപ്പിളപ്പാട്ട് കലാകാരനെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. മാത്രവുമല്ല ഇന്ത്യക്കകത്തും കേരളത്തിലും വിദേശത്തും ഒക്കെ നിരവധി വേദികളെ സർഗസമ്പന്നമാക്കിയിട്ടുള്ള ഒരു മഹാ കലാകാരനാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്, CV A കുട്ടി ചെറുവാടി. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ വിശദീകരിക്കുന്നത് കാരണം നമുക്കൊക്കെ അറിയാവുന്ന അദ്ദേഹത്തിൻ്റെ കഴിവുകളും അദ്ദേഹത്തിൻ്റെ മഹിമകളും ഒക്കെ നമുക്കറിയുന്നതാണ്. ഏതായിരുന്നാലും അദ്ദേഹത്തെയാണ് നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ കിട്ടിയിട്ടുള്ളത്. എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നമ്മുടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി ബഹുമാന്യനായ CV A കുട്ടി ചെറുവാടി അവർകളെ വളരെ സ്നേഹത്തോടെ ആദരവോടുകൂടി ക്ഷണിക്കുകയാണ്. വാഹിർദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. ബഹുമാന്യനായ ഈ പരിപാടിയുടെ അധ്യക്ഷൻ, ഈ പരിപാടിക്ക് സ്വാഗതം പറഞ്ഞ അബൂബക്കർ മാസ്റ്റർ, ആരിഫ് മാസ്റ്റർ, അഹമ്മദ് കോയ മാസ്റ്റർ, എൻ്റെ പഴയകാല സുഹൃത്ത് CV അഹമ്മദ് മാസ്റ്റർ, മറ്റ് വേദിയിലുള്ള പ്രഗത്ഭരെ, രക്ഷിതാക്കളെ, കുട്ടികളെ, നമുക്കറിയാം നല്ല മഴയാണ്. ഇന്നലെയും ഇവിടെയല്ല കേരളത്തിലൊട്ടുക്കും നല്ല മഴയുണ്ട്. കുട്ടികൾ സംസാരിക്കരുത്, ഒരു പാട്ട് പാടിത്തരും കേട്ടാ. ഇവിടെ ശ്രദ്ധിക്കുക എല്ലാവരും, ഒരു പാട്ടുണ്ട്. അപ്പോൾ ഞാൻ അധികം സംസാരിക്കില്ല, കാരണം നിങ്ങളുടെ കുട്ടികളുടെ പരിപാടികൾ കാണാൻ വേണ്ടിയും രക്ഷിതാക്കളും പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി കുട്ടികളും ഇവിടെ തയ്യാറായി വന്നിരിക്കുകയാണ്. കനത്ത മഴയുള്ളത് കൊണ്ട് പോലും ഈ പരിപാടി കാണാനാണ് നിങ്ങൾ വന്നിട്ടുള്ളത് നമുക്കറിയാം. മഴ കനക്ക് തന്നെയാണ്. ഏതായാലും കൂടുതൽ സമയം ഞാൻ എടുക്കുകയില്ല. കാറ്റുണ്ട്. മാപ്പിളപ്പാട്ട് എന്ന ഒരു പ്രസ്ഥാനത്തിലൂടെയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. നന്നേ ചെറുപ്പത്തിൽ തന്നെ പാട്ട് പാടുന്ന അവസരമില്ലെങ്കിലും അതിൻ്റെ താല്പര്യം കൊണ്ട് കുറേ പ്രയാസപ്പെട്ടാണ് ഈ മേഖലയിൽ എത്താൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പം നമുക്ക് പാടാനും മറ്റുള്ള എല്ലാ കലകൾ അവതരിപ്പിക്കാനും രക്ഷിതാക്കൾ എല്ലാ സഹായവും ചെയ്യുന്നുണ്ട്. മുമ്പൊക്കെ ഈ പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ നമുക്ക് കുറേയൊക്കെ എതിർപ്പുകളാണ് ഉണ്ടാകാറുള്ളത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണിപ്പോൾ. മറ്റൊരു കാര്യമുള്ളത്, ഇന്നിപ്പോൾ നടത്തുന്ന പരിപാടികൾ ഒരു തരത്തിൽ ആഭാസമായി മാറുന്ന രീതിയിലേക്ക് മാപ്പിളപ്പാട്ടുകൾ പോയിട്ടുണ്ട് എന്നത് സത്യമാണ്. അപ്പോൾ ഇതിനിടെ ഒരു പാട്ടുകാരി, ഞാൻ അറബിക് കോളേജിൽ പഠിച്ചതാണെന്നാണ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. അറബിക് കോളേജ് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, പേരൊന്നും ഞാൻ പറയുന്നില്ല. വേഷം കൊണ്ടൊക്കെ കേബറ നൃത്തത്തേക്കാൾ മോശമായ ഒരു രീതിയിലേക്കാണ് നമ്മുടെ പ്രത്യേകിച്ച് പാട്ടുകാർ ആടിപ്പാടി സ്ത്രീകളായ പെൺകുട്ടികൾ പാടി നടക്കുന്നത് നമുക്കറിയാം. നമുക്ക് കുറേ പാട്ടുകാരുണ്ടായിട്ട് മുമ്പ് ഇവിടെ നമുക്കറിയാം. റംല ബീഗം, വിളയിൽ ഫസീല, അതുപോലെ നിരവധി പേര്, ആയിഷ ബീഗം, സാജിദ മുക്കം, ഇവരൊക്കെ പാടുന്നത് നമ്മൾ കാണുന്നത് അവരൊക്കെ നിന്ന് പാടുന്നവരാണ്. ഇപ്പം നിന്ന് പാടിയാൽ മാർക്കറ്റ് ഉണ്ടാവുകയില്ല. ഡാൻസ് കളിച്ച് പാടണം, ആണായാലും പെണ്ണായാലും. അപ്പോൾ നമ്മുടെ മൂല്യം ഈ തരത്തിൽ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ നല്ലത് പഠിക്കാനും നല്ലത് കേൾക്കാനും അത് പ്രചരിപ്പിക്കാനും നമുക്ക് സാധിക്കണം. അതിന് രക്ഷിതാക്കൾ കുട്ടികൾക്ക് ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം എന്നാണ് എനിക്ക് വളരെ ചുരുക്കി പറയാനുള്ളത്. അപ്പോൾ ഒന്ന് രണ്ട് പാട്ടുകളുടെ കഷ്ണങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ വേദി നിങ്ങൾക്ക് വേണ്ടി വിട്ടുതരുന്നതാണ്. ഇവിടെ
സുൽത്താന കാസറ്റിനെ കുറിച്ച് പറയുകയുണ്ടായി. പ്രത്യേകിച്ച് നമ്മുടെ മാഷ് പറഞ്ഞതുപോലെ പല കേരളത്തിലൊട്ടും ഉള്ള ആളുകളെ, അധ്യാപകരെ പരിചയപ്പെടാൻ, പ്രത്യേകിച്ച് ഉറുദു അറബി അധ്യാപകരെ പരിചയപ്പെടാനും അവരുമായി ബന്ധം സ്ഥാപിക്കാനും ഈ പ്രസ്ഥാനത്തിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിർഭാഗ്യമെന്ന് പറയട്ടെ, നമുക്ക് ആ CD കാലഘട്ടം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയുള്ള പാട്ടുകളൊന്നും ഇറക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഒരുപാട് ഉപകാരം ഉണ്ടാകാറുണ്ടായിരുന്നു എന്ന് ശരിയാണ്. എല്ലാ രംഗത്തും മദ്രസ പരിപാടികൾക്കായാലും സ്കൂളിലെ പരിപാടികൾക്കായാലും ഒക്കെ തന്നെ നമ്മുടെ കാസറ്റ് കൊണ്ട്, CD-കളെ കൊണ്ട് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമൊക്കെ വളരെ ഉപകാരമായിരുന്നു. ഇപ്പോൾ ആ സംഗതി നഷ്ടപ്പെട്ടു. ഇപ്പോൾ CD പ്ലെയർ പോലും ഇല്ലാത്തൊരു കാലത്താണ് നമ്മളുള്ളത്. ഇപ്പോൾ യൂട്യൂബിൽ നമ്മൾ കുറേ വർക്കുകൾ ചെയ്യുന്നുണ്ട്. സുൽത്താന ചെറുവാടി എന്നൊരു യൂട്യൂബ്, കലോത്സവം സുൽത്താന എന്ന 2 ചാനലുകളിലായിട്ട്. ഞാനത് പറയാൻ കാരണം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ അറിവിലുണ്ടായാൽ നിങ്ങൾക്കത് സെർച്ച് ചെയ്യാവുന്നതാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ആദ്യമായി ഞാൻ റേഡിയോയിൽ പാടിയ പാട്ടാണ് ഫുർഖാനുൽ അലീമാണ്. നിങ്ങൾക്കറിയാം. അതിൻ്റെ 2 വരികൾ കയ്യിലുണ്ടെങ്കിൽ പാടിത്തരുന്നതാണ്. ഫുർഖാനുൽ അലീമാണ്, പരിശേറും പൂങ്കാവാണ്, പവിത്രത തിളങ്ങുന്ന താരാമ്പരമാണ്, പെരിയോൻ്റെ കലാമാണ് ഖുർആൻ, പെരിയോൻ്റെ കലാമാണ്. ബലഗത്ത് കൊടുത്തല്ല ഫസഹത്ത് നിറച്ച്, ബറഗത്തിൻ മിനുസത്തിൽ ഖുർആനെ പടച്ച്. ബലഗത്ത് കൊടുത്തല്ല ഫസഹത്ത് നിറച്ച്, ബറഗത്തിൻ മിനുസത്തിൽ ഖുർആനെ പടച്ച്. ഫളീലത്ത് നിരത്തിയും റഹ്മത്ത് നിറച്ച്, ഫളീലത്ത് നിരത്തിയും റഹ്മത്ത് നിറച്ച്. ശരീഅത്തിൻ വിധി വിലക്കുകൾ അതിൽ കുറിച്ച്, പെരിയോൻ്റെ കലാമാണ് ഖുർആൻ, പെരിയോൻ്റെ കലാമാണ്. അതിനിടയിൽ മറ്റൊരു സന്തോഷമുള്ളൊരു കാര്യമുണ്ട്. ഈ അധ്യയന വർഷം മദ്രസയിൽ ഞാൻ നമ്മുടെ അടുത്തൊരു സ്ഥലത്ത് മദ്രസ സാഹിത്യ സമാജം ഉദ്ഘാടനം ചെയ്യാൻ പോയി. അപ്പോൾ അവിടെ ആ പരിപാടിയിലുണ്ടായിരുന്ന ഒരാളുടെ, നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ജ്യേഷ്ഠൻ എന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ചു. അതേ പ്രദേശത്ത് തന്നെ മുജാഹിദിൻ്റെ ഒരു മദ്രസയിൽ സാഹിത്യ സമാജം ഉദ്ഘാടനം ചെയ്യാൻ വരണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, 2 ആഴ്ച മുമ്പാടെ വന്നതാണല്ലോ. അപ്പം നേരത്തെ ഉണ്ടായിരുന്ന ആളുടെ ജ്യേഷ്ഠനാണ് വിളിക്കുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞു, അത് നമ്മുടെ മദ്രസക്കല്ല, അത് വേറെ മദ്രസക്കാണെന്ന്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് നമ്മുടെ ഈ സംഘത്തിൻ്റെ കീഴിൽ ഐക്യപ്പെട്ടുകൊണ്ട് ഒരേ വേദിയിൽ ഒരേ മദ്രസ നടക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി മറ്റൊരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ, ഈ പ്രസ്ഥാനത്തിൻ്റെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വരേണ്ടതായിട്ടില്ല. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇങ്ങനെയുള്ള ഐക്യത്തിൽ നമുക്ക് പോകാൻ സാധിക്കുന്നത് സന്തോഷമാണ്. അൽഹംദുലില്ലാ. നിങ്ങളൊക്കെ ആ കാര്യത്തിൽ ഇനിയും മുന്നോട്ട് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഖുർആൻ എന്ന ഗാനം പാടിക്കഴിഞ്ഞു. ഇനി ഞാൻ മറ്റൊരു ചെറിയ പാട്ട്, അതിൻ്റെ വരികൾ പാടാം. നമുക്കറിയാം, എസ്.എ. ജമീലിനെ നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടായിരിക്കും. എസ്.എ. ജമീലിനെന്ന് പറയുമ്പോൾ ദുബായിക്കത്താണ് നമ്മുടെ മുമ്പിൽ വരിക. 1980കളിൽ കാലഘട്ടമാണ്. എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ ഭർത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ എഴുതുന്നതെന്തെന്നാലേറെ പീരീശത്തിൽ ചൊല്ലിയിടുന്നു അസ്സലാം എന്ന ഒരു പാട്ട് നമ്മളൊക്കെ കേട്ടതാണ്, നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഒരു ഗാനത്തിൻ്റെ ശകലങ്ങൾ ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. ശ്രദ്ധിക്കണം, പാട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവും കൂടിയാണ് ഈ പറയുന്നത്. ഈ ദുനിയാവെന്ന പെരുന്നാൾ വരാൻ പോവാണ്.
പെരുന്നാളിനെ കുറിച്ചാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഈ ദുനിയാവെന്ന മസ്ജിദിൽ ഇന്നിതാ ഈദ് നമസ്കാരം തുടങ്ങി. ഈ ലോകനാഥനെ വണങ്ങാനായി സൃഷ്ടി ജാലങ്ങളൊന്നടങ്കമൊരുങ്ങി, സൃഷ്ടികളൊന്നടങ്കമൊരുങ്ങി. ഈ ദുനിയാവെന്ന മസ്ജിദിൽ ഇന്നിതാ ഈദ് നമസ്കാരം തുടങ്ങി. ഈ ലോകനാഥനെ വണങ്ങാനായി സൃഷ്ടി ജാലങ്ങളൊന്നടങ്കമൊരുങ്ങി, സൃഷ്ടികളൊന്നടങ്കമൊരുങ്ങി. പ്രപഞ്ച പള്ളി മുറ്റമാം ഭൂമിയിൽ പ്രഭാതം പൊൻവയിൽ പൂവിരിച്ചു. പ്രകൃതിയിലെ സർവചരാചരങ്ങളും പ്രാർത്ഥനക്കായി അതിൽ സ്ഥലം പിടിച്ചു, അതിൽ സ്ഥലം പിടിച്ചു, അതിൽ സ്ഥലം പിടിച്ചു, അതിൽ സ്ഥലം പിടിച്ചു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് തൗഹീദ് ഗാനങ്ങളുണ്ട്. അതിനെപ്പറ്റിയൊന്നും വിശദമായി പറയാനും പാടാനും ഇവിടെ സമയമില്ല. നിങ്ങളുടെ അടുത്ത നാട്ടുകാരൻ ഹസൻ നെടിയനാട് മാഷ് എഴുതിയ ഒരു പാട്ട് ഇവിടെ നിന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ റേഡിയോയിൽ പാടിയൊരു പാട്ട് തന്നെയാണ്. ബഹറിൻ മോജകൾ പൊങ്ങിടുമ്പോൾ ആർത്തിടുന്നത് എന്താണ്, ഗഹനിൽ പറവകൾ പാറിടുമ്പോൾ തേടിടുന്നത് എന്താണ്. ആ വരികൾ നല്ല ഓർമ്മയില്ല. ഏതായാലും അദ്ദേഹം നല്ലൊരു രചയിതാവാണ്. ഹസൻ നെടിയൻ, കുട്ടി ഹസൻ മാഷ് നെടിയനാട് ഇവിടെ വന്നിട്ട് ഇതിൻ്റെ അടുത്ത പ്രദേശമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നിരവധി എഴുത്തുകാരൊക്കെ ഇവിടെയുണ്ട്. നമ്മളെ പക്കർ പന്നൂർ മാഷൊക്കെ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളാണ്. ഒരുപാട് പാട്ടുകൾ എഴുതിയ ആളുകളാണ്. ഞാൻ കൂടുതൽ ഇനിയും സംസാരിക്കുന്നില്ല. നിങ്ങളുടെ പരിപാടികൾക്ക് ഒരു പ്രയാസം വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല മഴ വീണ്ടും വരികയാണ്. പിന്നെ മറ്റൊരു പാട്ട്, തളിരിടും കാലത്ത് തളിരിടും തളിരിനെ തളരാതിരിക്കുവാൻ കഴിയൂ, കരളിൻ്റെ താലത്തിൽ വിരിയുന്ന പൂവിനെ ഹിദായത്തിൻ പൂവെന്ന് പറയൂ, ഹിദായത്തിൻ പൂവെന്ന് പറയൂ. ചെറിയമുണ്ടം അബ്ദുറസാഖ് മൗലവിയുടെ വരികളാണ് ഈ പാട്ട്. തല തല്ലി മരിച്ചോട്ടെ തിരയേതും കരയിൽ, വരവല്ലോ വേറെയും പുറകിൽ, കൊഴിയുന്ന മോഹത്തിൻ തൂവൽ നിറം നോക്കി ചുടുനീരിതെന്തിൻ്റെ മിഴിയിൽ. തളിരിടും കാലത്ത് തളിരിടും തളിരിന് തളരാതിരിക്കുവാൻ കഴിയൂ. അപ്പം നമുക്ക് ഏതായാലും ഇവിടെ ഇങ്ങനെയൊരു പരിപാടി സംബന്ധിക്കാൻ അവസരം തന്നതിൽ സന്തോഷമുണ്ട്. ഒരു മൂഡ് കിട്ടുന്നില്ല ഈ മഴയോണ്ടും നമ്മുടെ പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ബഹുമാന്യരായ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, നമ്മുടെ പാലത്ത് ഹിമായത്തുദ്ദീൻ സംഘത്തിൻ്റെ 60ാം വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള മദ്രസ വിദ്യാർത്ഥികളുടെ കലാവിരുന്ന്, ഇതിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. നിങ്ങളെല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന നമ്മുടെ
കൊച്ചു കൂട്ടുകാർ അവതരിപ്പിക്കുന്ന പരിപാടികളാണ് ഈ വേദിയിൽ ഇനി നടക്കുവാനുള്ളത്. ഏതായിരുന്നാലും ഈ പരിപാടിയിൽ ഖിറാഅത്ത് നടത്തിയ ഹംദാൻ ഹസന് എൻ്റെ പേരിലും ഈ പാലത്ത് ഹിമായത്തുദ്ദീൻ സംഘത്തിൻ്റെ പേരിലുമുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അതേപോലെ തന്നെ ആമുഖ ഭാഷണം നിർവഹിച്ച PK അബൂബക്കർ മാസ്റ്റർ, പ്രധാന അധ്യാപകൻ മർക്കസുൽ ഉലൂം മദ്രസ, അദ്ദേഹത്തിന് എൻ്റെ പേരിലും മദ്രസയുടെ പേരിലും കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഈ പരിപാടിയിൽ അധ്യക്ഷ ഭാഷണം നിർവഹിച്ച ആരിഫ് മാസ്റ്റർ, PTA പ്രസിഡന്റ്, അദ്ദേഹത്തിന് കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ഒരുപാട് തിരക്കുകൾക്കിടയിലും നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ സാഹചര്യത്തിൽ ഇവിടെ എത്തിച്ചേർന്ന ഈ പരിപാടി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച CVA കുട്ടി ചെറുവാടി അവർക്ക് പ്രത്യേക കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഈ സദസ്സ് ധന്യമാക്കിയിട്ടുള്ള മുഴുവൻ രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥിനികൾക്കും പ്രത്യേകമായ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.